നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ KSRTC ബസ് പിടിച്ചിട്ടാൽ അവരുടെ ബസ് ഇവിടെ പിടിച്ചിടുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിന്നുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് കൂടിയാലോചന ഇല്ലാതെ നികുതി വർദ്ധിപ്പിച്ചതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ഗതാഗത വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് തമിഴ്നാടിന്റെ നടപടിയെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചത്. തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം, ശബരിമല സീസൺ വരികയാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൂടുതൽ ആളുകൾ വരുന്നത്. ഞങ്ങളും ഖജനാവിൽ പണം നിറയ്ക്കും. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും. KSRTC വണ്ടി പിടിച്ചിട്ടാൽ തമിഴ്നാടിന്റെ വണ്ടിയും പിടിച്ചിടും. അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് കളിക്കേണ്ട. അയൽ സംസ്ഥാനവുമായി സ്നേഹത്തിൽ പോവുകയാണ്. കൂടിയാലോചിക്കാതെയാണ് തമിഴ്നാട് നികുതി ഉയർത്തിയത്. ഇന്ത്യ മുഴുവൻ ഒരു നികുതിയാണെന്ന് കേന്ദ്രം പറയുന്നത്. കർശനമായ നിലപാട് സ്വീകരിക്കും, മന്ത്രി പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ MLA-മാർ ഗ്രാമസഭകൾ ചേർന്ന് ബസ് റൂട്ടുകൾ തയ്യാറാക്കും. ഈ പെർമിറ്റുകൾ സർക്കാർ ലേലത്തിൽ വയ്ക്കും. പൊതുഗതാഗതമില്ലാത്ത ഒരു ഇടവഴി പോലും സംസ്ഥാനത്തുണ്ടാകില്ല. ശൗചാലയങ്ങളുടെയും ഓഫീസിന്റെയും ശുചിത്വം ഉറപ്പാക്കാൻ KSRTC ഹൗസ് കീപ്പിംഗ് ടീം രൂപവൽക്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ മറവിൽ വിവിധ സ്ഥലങ്ങളിൽ നിർത്തി യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്ന അന്യസംസ്ഥാന ബസ്സുകൾക്ക് തമിഴ്നാട്ടിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ളവയടക്കം 545 ബസ്സുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. സ്റ്റേജ് കാരേജിനുള്ള പെർമിറ്റ് എടുക്കാത്തതിനാൽ സർക്കാരിന് വൻതുക നികുതി നഷ്ടമുണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയതോടെയായിരുന്നു ഈ നടപടി സ്വീകരിച്ചത്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടിയതിനു ശേഷം സംസ്ഥാനത്ത് സ്റ്റേജ് കാരേജുകളായി സർവീസ് നടത്തുന്നത് തടയാൻ ഈ തീരുമാനമെന്നാണ് സർക്കാർ വിശദീകരണം. 650 ബസ്സുകൾ ഇത്തരത്തിൽ സർവീസ് നടത്തുന്നതായി കണ്ടെത്തി. തുടർന്ന് ഇവയ്ക്ക് പെർമിറ്റ് നേടാൻ സമയം അനുവദിക്കുകയായിരുന്നു. സമയപരിധി അവസാനിച്ചപ്പോൾ 105 ബസ്സുകൾ മാത്രമാണ് പെർമിറ്റ് നേടിയത്. ഇതോടെ ബാക്കിയുള്ള 545 ബസ്സുകൾക്ക് വിലക്കേർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇത്തരം അന്യസംസ്ഥാന ബസ്സുകൾ തമിഴ്നാട്ടിൽ തടയരുതെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. തമിഴ്നാട്ടിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ കൂടാതെ ഇതുവഴി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്ന ബസ്സുകളെയും ഉദ്യോഗസ്ഥർ തടയുന്നുണ്ട്. ഇത് ഒഴിവാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ വിശദീകരണവും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.